രാജശാരദം. ഞാൻ ഇന്നലെ ഡാം കാണാൻ വന്നതാണ്. നല്ല രസമായിരുന്നു. ഹായ്, ഇമക്കുട്ടി എന്നെ വോയിസ് ഓവർ ചെയ്തപ്പോൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവൾ പറയാമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഇത് കോടേര് ഞാനും പറഞ്ഞു അവിടെ നിൽക്കേ. ഞങ്ങളിവിടെ അടുത്ത് ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്, അത് കാണാൻ പോയതാണ്. ഇത് അങ്ങോട്ട് ഡാമിലേക്ക് പോകുന്ന വഴിയാണ്. ഈവനിങ്ങാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് കുറച്ച് സന്ധ്യയായിപ്പോയി. വഴിയൊക്കെ കുറച്ച് മോശമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ. ഇത് കൺസ്ട്രക്ഷനൊന്നും കഴിഞ്ഞില്ല, തുടങ്ങിയതേ ഉള്ളൂ. ഇത് ഏക്കറുകൾ, കുറേ ആൾക്കാരുടെ വീടും കൃഷിസ്ഥലങ്ങളും എല്ലാം സർക്കാർ ഏറ്റെടുത്ത് അവർക്കുള്ളതിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ട് ഈ കുറേ ഏക്കറുകൾ സ്ഥലം, കൃഷി സ്ഥലങ്ങളൊക്കെ കുറേ എടുത്തു. അതെല്ലാം എടുത്താണ് ഈ ഡാം ചെയ്യുന്നത്. പറയപ്പെടുന്നത് ഇത് തെലുങ്കാനയിലെ ഏറ്റവും വലിയ ഡാം ആയിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനുമാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. ഇത് വളരെ മനോഹരമായ സ്ഥലമാണ്. തുടങ്ങി ഡാമിൻ്റെ കുറേ പണികളായി. എന്നാലും നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അതിനിയും ചെയ്യാനുണ്ട്. ഒരു 10 വർഷമെങ്കിലും ആകുമായിരിക്കും ഇത് തീരുമ്പെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടേക്കുള്ള റോഡാണ്. മൊത്തം കാട് പോലെയൊക്കെ കിടക്കുകയാണ് അവിടെ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അമ്പലങ്ങൾ, മിക്ക അമ്പലങ്ങളും മലയുടെ മുകളിലാണ്. അവിടെ ഒരു അമ്പലവും ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ പോയതാണ്. പക്ഷേ സമയവും സന്ധ്യയായി. അത് തന്നെയല്ല, റോഡും മോശമായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നായിരുന്നു. ഇനി ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടോളൂ. ഈ നമ്മളീ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ചുറ്റും മലകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. തെലുങ്കാനയിൽ മിക്ക സ്ഥലങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കൂടുതൽ കൃഷിസ്ഥലങ്ങളാണ്. ആ കൃഷിസ്ഥലങ്ങളൊക്കെ എടുത്താണ് ഇവർ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. വളരെ മനോഹരമാണ് കാണാനൊക്കെ. പക്ഷേ റോഡ് ഒട്ടും ശരിയായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ ഡാം കൺസ്ട്രക്ഷനോട് കൂടിയൊക്കെ റോഡൊക്കെ നന്നാകുമായിരിക്കുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ടൂറിസ്റ്റ് പ്ലേസ് ആകുന്നത്? ടൂറിസം വികസിക്കണമെങ്കിൽ റോഡും ഒക്കെ നന്നായിരിക്കണ്ടേ. എല്ലാം ചെയ്യുമെന്ന് തോന്നുന്നു. പക്ഷേ സമയം എടുക്കും. ഈ കൃഷിസ്ഥലങ്ങളെല്ലാം പൊക്കി ഇതുപോലെ ഇത്രയൊക്കെ ആക്കി നല്ല മാറ്റങ്ങൾ വരുത്തി. എപ്പോഴും കാണുന്നവർക്ക് മനസ്സിലാകും നല്ല മാറ്റങ്ങളാണ്. പക്ഷേ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് ഒന്നും കാണാനില്ല, അതിൽ ഒന്നും ഇതാണോ ഡാമെന്ന് ചോദിക്കും. അങ്ങനെയാണ്. പക്ഷേ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാമിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. ഈ മലകൾ, 2 മലകളും ഒക്കെ തമ്മിലിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു. എനിക്കിതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് പറയാനൊന്നും അറിയത്തില്ല. പക്ഷെ ഭംഗിയുണ്ട് കാണാൻ. കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് വന്ന് ആസ്വദിക്കാൻ പറ്റും. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. ഇതെല്ലാം ഡാമിൻ്റെ ഭാഗങ്ങളാണ്. കുറേ കൃഷിസ്ഥലങ്ങൾ പോയി. തൊട്ടടുത്ത് തന്നെയാണ് ഈ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. പക്ഷേ ആ റോഡ് ഒട്ടും പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ പോയത് 2 വീലറിലും. ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു പോകാൻ. ഒരു മനുഷ്യരും ഇല്ലായിരുന്നു അവിടെ. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോന്നു. ഇതാണ് ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നിടം. ഒന്നും ആയില്ല. എങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുവായിരുന്നില്ല, ഒന്ന് വന്ന് നോക്കിയതാണ്. നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചു. കുട്ടി
ഇമ്മക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളമൊക്കെ കണ്ടുകൊണ്ട് ഇമ്മക്കുട്ടിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ലധികം ഇമ്മക്കുട്ടി കുറച്ച് കുസൃതികളൊക്കെ കാണിച്ചു. പിന്നെ വിജനമായ സ്ഥലമായതുകൊണ്ട് അവിടെ അവളുടെ ഇഷ്ടത്തിനൊന്ന് കളിക്കണത് ഏതൊന്നും റോഡ് നോക്കി വഴി ഒട്ടും കൊള്ളുമല്ലോ, മോശമായിട്ട് കിടക്കുകയാണ്. ഇതുപോലൊന്നുമല്ല ഞങ്ങൾ ആ പോകുന്ന വഴിക്കൊക്കെ ഒട്ടും 2 വീലറിൽ ഒട്ടും വരാൻ പറ്റുമല്ലായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടി വന്നതിന്. അതുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു പോയത്. രാത്രിയാവുന്നതിന് മുമ്പ് പോകണം, അടുത്തുള്ള സ്ഥലമാണെങ്കിലും. പക്ഷേ യാത്ര ഭയങ്കര ഇമ്മക്കുട്ടിയെ കൊണ്ടല്ലേ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോയി. അവിടെ നിന്നൊന്നും കണ്ടില്ല. ഇതാണ് ഒത്തിരി വലിയ സ്ഥലമാണ്. ഒത്തിരി കൃഷി സ്ഥലങ്ങളും എല്ലാം എടുത്തിട്ടാണ് ഇവരിത് ചെയ്തത്. ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. ഇതെവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. വെള്ളം ഇതെന്തോ ഒരു ഇതിൽ കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, വെള്ളത്തിൻ്റെ സോഴ്സ് ഒന്നും ഇല്ല ഇവിടെ ഈ സ്ഥലത്തായിട്ടില്ല. അതൊക്കെ ഒന്ന് അന്വേഷിക്കണം. വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ അതെല്ലാം അറിഞ്ഞിട്ട് ചെയ്യുന്നു. ഇപ്പം എനിക്ക് ഒന്നും വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കുട്ടികളൊക്കെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ കാണിച്ചു. ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരമ്പലം ഉണ്ടെന്ന്. അവിടെയും കൂടെ കയറാമെന്നോർത്താണ്. പക്ഷേ അത് തിങ്കളാഴ്ച ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ. അതിന് രാവിലെ മാത്രം. സുബ്രഹ്മണ്യൻ്റെ അമ്പലമാണ്. പക്ഷേ അങ്ങോട്ട് കയറി അവിടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഓർത്തതാണ്. നമ്മുടെ ആ റോഡ് മോശമായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അതുകൊണ്ട് അങ്ങോട്ട് കയറാനൊന്നും പറ്റിയില്ല. നല്ല ഭംഗിയുണ്ട് അമ്പലം കാണാനായിട്ട്. അങ്ങോട്ടകത്തോട്ട് പോയില്ല. അതിനകത്ത് പോലും പോയില്ല. തിരിച്ചു പോരേണ്ട. ഇമ്മക്കുട്ടി കുറേ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല. രാത്രിയാകുന്നുണ്ടായെന്ന് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അമ്പലത്തണ്ടോ നല്ല രസമല്ലേ? ഈ അമ്മനെ തേത്തില്ലോ. അമ്മനെ വട്ട് പൊഞ്ഞു. തിരിച്ചു പോവാനല്ലേ? നിന്നൽ വന്നോണ്ടോ? വാ, നന്നല് തോണ്ടു പോവാ. തിരിച്ചു തോണ്ടു പോവാ. ഇന്നലെ നാനായിട്ട് പാടി കൊള്ളുക. നീ എന്നോട്ട് വന്നാല് നാനും അതാ പാടി പോകും. ഇന്നലെ കണ്ടാണോ അതാ
തിരിച്ചു പോരുന്ന വഴിക്ക് ഇവിടെ വാൽമീകിയുടെ ഒരു പ്രതിമ കണ്ടായിരുന്നേ. ഇത് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ പണി പൂർത്തിയായത്. നോക്കിക്കേ, ഇത് ഒരു പ്രത്യേക കാസ്റ്റിൽപ്പെട്ട, അതായത് വാൽമീകി ബൊയ്യ എന്ന് പറയും, ആ കാസ്റ്റുകാർ കൺസ്ട്രക്ട് ചെയ്യുക, അവരെല്ലാവരും കൂടി ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ്. അവരുടെ ഗുരുവായിട്ടാണ് അവർ പറയുന്നത് ഈ വാൽമീകി. അതുകൊണ്ട് അവരുടെ എല്ലാം ഓരോ ഏരിയ ഓരോ കാസ്റ്റുകാരുടെയാണ് സ്ഥലം. അത് അവരെല്ലാവരും ആയിരിക്കും ഒന്നിച്ച് താമസിക്കുന്നത്. അവിടെ അവരെല്ലാവരും കൂടെ ഇതിൻ്റെ ചിലവെല്ലാം എടുത്ത് നിർമ്മിച്ച പ്രതിമയാണ്. ഇതിൻ്റെ പൂജയൊക്കെ ചെയ്ത് കേട്ടോ, പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. വാൽമീകിയുടെ പ്രതിമയാണ്. ഞാൻ ആദ്യം കാണുവാണ്. അന്നേരം അവരെന്നോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കാസ്റ്റുകാർ, അതായത് കുലം എന്ന് പറയും, കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുലം, ഇവിടെ പറയുന്നത് തെലുങ്കിൽ പറയുന്ന ഓരോ ഞങ്ങളുടെ കുലംകാരുടെയാണെന്ന് പറഞ്ഞു. ഇമ്മക്കുട്ടി അതിൻ്റെ അകത്ത് കയറാൻ കുറേ ശ്രമിച്ചു നോക്കി, പക്ഷെ അത് അടച്ചു വെച്ചിരിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ എല്ലാം പൂജ ഒക്കെ ചെയ്തത് വാൽമീകി അവരുടെ കുലത്തിൻ്റെ ഗുരുവാണെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ ഓരോ കാസ്റ്റിനും ഉണ്ട് ഇങ്ങനെ അവരുടെ കുലത്തിൻ്റെ ദേവതയും ഒക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് കുറേ ആട്ടിൻകൂട്ടങ്ങളെയൊക്കെ ഉണ്ട്. ഇന്ന് കുട്ടി ഇറങ്ങാനൊക്കെ നോക്കി, സമ്മതിച്ചില്ല. ഓക്കെ, ബൈ.